പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവുമായി ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ ഈ കാലയളവിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവവൃത്തിനെയാണ്. ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് കെ ഈപ്പൻ അവറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസൻ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും ഒരു വലിയ വിടുതലിനും കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് കെ ഈപ്പൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്ററുടെ കുടുംബാംഗങ്ങളെ? പാസ്റ്റർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ് കെ ഈപ്പൻ. എൻ്റെ ഭാര്യ ഡാർലി ജെയിംസ്. എനിക്ക് 4 മക്കളെ. മൂത്തത് മോളാണ്, എൻ്റെ പേര് ലുദിയ. പിന്നെ ജോയല്, ജോഷുവ, ജോസഫ്. 4 മക്കള്. ലുദിയ നാട്ടിൽ ഒരു കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കും. പുനലൂര് YMCAയിൽ അവരുടെ ഒരു ചർച്ച് നടക്കുന്നുണ്ട്. മൂത്ത മകൻ കുടുംബമായിട്ട് കാനഡയിലായിരിക്കുന്നു. അവൻ്റെ പേര് ജോയല്. പിന്നെ ജോഷുവ ഞങ്ങളുടെ കൂടെ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. അവനൊരു മകന് കാലേബ്. ജോഷുവയുടെ വൈഫിൻ്റെ പേര് റീബ. കമങ്ങും പ്രയാർ ആണ് അവരുടെ വീട്. പിന്നെ ഇളയ മകൻ, അവൻ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ താമസിക്കുന്നു. ഇടിച്ചെറിയ നൈനാൻ പാസ്റ്റർ അനിയൻ മാത്യൂസ് നൈനാൻ്റെ മകളാണ് എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ. എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. മകൾക്കൊരു മോള്, ജോയലിന് 2 ആൺപിള്ളേരും ഒരു മോളും, നേഥൻ, എലീജ ആൻഡ് ഹോസന്ന. ജോഷുവയുടെ മകൻ കാലേബ്. അങ്ങനെയാണ് എൻ്റെ കുടുംബം. എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത്, ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചത്. പുത്തൻകാവ് പള്ളിക്കാർ, പുത്തൻകാവിലെ ഓർത്തഡോക്സ് പള്ളി. തോട്ടുങ്കര എന്നാണ് ഞങ്ങളുടെ അവിടുത്തെ വീട്ടുപേര്. പിന്നെ എൻ്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. എൻ്റെ അമ്മ ഒരു മർത്തോമാക്കാരിയായിരുന്നു. അമ്മ വീട് മർത്തോമ പശ്ചാത്തലത്തിലുള്ളതാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നത് അമ്മ വീട്ടിലായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതലേ അമ്മ വീടായ ചെറിയനാട്, കടുവിനാ വടക്കേതിൽ എന്ന് പറയും വീട്ടുപേര്. അവിടെ നിന്നാണ് വളർന്നതും. അത് ദൈവഭക്തിയുള്ളൊരു കുടുംബമായതുകൊണ്ട് ആ നിലയിൽ വളരുവാനായിട്ടൊരു ഇടയായി തീർന്നു. എന്നാൽ എനിക്ക് ചെറുപ്പം മുതലേ ഇച്ചിരി കുരുത്തക്കേടും ഇച്ചിരി അനാത്മീയതയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ആ കുടുംബത്തിൽ എന്നെ ഒരു പാസ്റ്ററാക്കുവാനായിട്ട് പ്രസാദിച്ചു. ഞാൻ 78-ൽ UAEയിൽ വന്ന ആളാണ്. അബുദാബിയിലായിരുന്നു. 4 വർഷത്തോളം അബുദാബിയിൽ താമസിച്ചിട്ട് 82-ൽ ഇവിടെ ഇപ്പോഴായിരിക്കുന്ന ഫുജൈറ എന്ന സ്ഥലത്ത് വന്നു. ഇവിടെ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഞാൻ ഫുജൈറയിൽ വരുമ്പോൾ ഇവിടെ പെന്തക്കോസ് സഭകളോ പെന്തക്കോസുകാരോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു കോൺഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. മർത്തോമ ബ്രദറുകാർ, ഞാൻ, അങ്ങനെ ചിലർ കൂടിയുള്ളൊരു കൂട്ടായ്മ ഞാൻ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ കൂടി പോകുമായിരുന്നു. ഒരു ചെറിയാച്ചായൻ ഇവിടെ ഒരു ടെലിവിഷൻ റിപ്പയറിങ്ങിൻ്റെ കടയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പെന്തക്കോസ് പിതാവിൻ്റെ മകനാണ്. എന്നാൽ അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു ബ്രദറുകാരി സഹോദരി ആയിരുന്നുകൊണ്ട് അവർ ബ്രദറൻ സഭയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ വന്നപ്പോൾ കൂട്ടായ്മ കൂടാനായിട്ട് ഇവിടെ വേറെ സഭകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കസിൻ അബുദാബിയിലുണ്ടായിരുന്നു. അവരും ഫുജൈറ വന്നൊരു ബിസിനസ്സിനുള്ള പ്ലാൻ ചെയ്തു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു പാസ്റ്റർ, നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്ന ഒരു പാസ്റ്റർ വന്നിട്ട് അവരുടെ വീട്ടിൽ വന്ന് ഇരുന്ന്
പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വൈകിട്ടൊരു പ്രാർത്ഥന നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ എന്നെയും ഞങ്ങളുടെ ഇവിടെ പൂജാരിയുള്ള മറ്റു ചിലരെയും വിളിച്ചു. അങ്ങനെ അവിടെ പോയി. ഞങ്ങളുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്ററുമായിട്ട് ഉടക്കുക എന്നുള്ളതാണ്. അപ്പം സ്നാനത്തിനെതിരെയും ഉപദേശിമാർക്കെതിരെയൊക്കെ ഉള്ള ഇങ്ങനെ സംസാരമായിരുന്നു. അപ്പോഴേ എൻ്റെ പുറമേ സംസാരിക്കുന്ന ഹൃദയത്തിലൊരു ചിന്ത വന്നു. അപ്പോൾ ആ പാസ്റ്റർ പറയുമായിരുന്നു, സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം, ഇല്ലാത്തവരെ പോകത്തില്ല എന്ന് പറയും. അപ്പം സ്വർഗത്തിൽ പോകത്തില്ലെങ്കിൽ അത് കഷ്ടമാണല്ലോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവവേദനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എന്നെ കൊല്ലണം, ആ മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കും ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. അപ്പോൾ അന്ന് അത്യാവശ്യം ചെറിയ ചെറിയ വെള്ളമടിയും അങ്ങനെ വലിയ ഇതല്ല, ചെറുതായിട്ടൊക്കെ കൂട്ടുകൂടി അങ്ങനെയുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ ഉള്ളതുണ്ട്. ഇപ്പം ബിസിനസ്സിലാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ചില എൻജിനീയേഴ്സുമായിട്ടുള്ള കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു വലിയ കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഇരുന്ന ആ ഭാഗത്തോട്ട് ഈ ഭാഗത്തു നിന്ന് വന്നൊരു വണ്ടി വന്ന് ഇടിച്ച് ഞാനിരുന്ന സ്ഥലം അങ്ങ് അകത്തോട്ടായി. എന്നാൽ എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ അന്നേരം എൻ്റെ ഹൃദയത്തിൽ ഉടനെ ഓടി വന്നത്, ദൈവത്തിന് നിന്നെ വേണം, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളൊരു, ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരാനിടയായി തീർന്നത്. അന്ന് വൈകിട്ട് ഈ എൻ്റെ കസിൻ രാജു, അവരിപ്പോൾ അമേരിക്കയിലാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഉപദേശിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം ആ പ്രാർത്ഥനയിൽ ഞാൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഇതുപോലെ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷി പറയാനിടയായി തീർന്നു. പിന്നെയും 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നാനത്തിനുള്ള ക്രമീകരണങ്ങളായി. അന്ന് ഇവിടെ പ്രത്യേക സഭയൊന്നുമില്ല, കടലിൽ ആണ് കൊണ്ടുപോയി സ്നാനപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു ഫുജേറയിൽ ആദ്യം സ്നാനപ്പെടുത്തുന്നത് ഞാനാണ്. അങ്ങനെയാണ് എൻ്റെ മാനസാന്തരം. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവർ കർത്താവിനെ കാണണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും, എൻ്റെ വണ്ടിയിൽ പരിചയമുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും പ്രാർത്ഥനയ്ക്ക്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ദൈവദാസന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥന നടത്തുകയും, പ്രവാചകന്മാരൊക്കെ ആണെങ്കിൽ പല വീടുകളിൽ പോയി അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരോടൊക്കെ ദൂതൊക്കെ പറയും. അങ്ങനെ പല കുടുംബങ്ങൾ മുന്നോട്ട് വരുവാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ആ സമയത്തൊക്കെ വരുമ്പോഴൊക്കെ, കുടുംബമായതിനു ശേഷമാണ് നാട്ടിൽ വരുന്നത്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് അത് വലിയ കഷ്ടത്തിലും നഷ്ടത്തിലുമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് പണികളൊക്കെ കിട്ടുമായിരുന്നു, പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഞെരുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ഇവിടെ 3 ദിറംസ് കൊടുത്താൽ ഉച്ചയ്ക്ക് ഊണ് കിട്ടും. പക്ഷെ അത് എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്ത ജീവിതത്തിൽ ഞെരുങ്ങിയ ഒരു അവസരമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ കൂടെ അന്ന് വേറെ ചിലർ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സാമ്പത്തിക ഞെരുക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഓരോരുത്തർ 1 by 1 ആയിട്ട് മാറി. ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിലായി. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ചു, കർത്താവേ, എല്ലാവരും എന്നെ കൈവിട്ടു, നീ എന്നെ കൈവിടരുതേ, എനിക്ക് വേണ്ടി വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അന്ന് ആ രാത്രി നേരം വെളുത്ത സമയത്ത് വെളുപ്പിനെ തന്നെ ഒരാൾ വന്ന് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ വന്ന് ബെല്ലടിച്ചു. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ 9 മണിയാകുമ്പം അവരുടെ കടയിലോട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു.
അപ്പോൾ ഇദ്ദേഹം എന്നെ അവരുടെ ആ വർക്ക് സൈറ്റ് കൊണ്ട് കാണിച്ചു. അപ്പം അതുപോലെ തന്നെ അവർക്ക് അവിടെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിന് കോൺക്രീറ്റ് ചെയ്യണം. അതിൻ്റെ കൊട്ടേഷനും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്ന കോർഫക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ജോൺസൺ പാസ്റ്റർ ആയിരുന്നു അവിടുത്തെ പാസ്റ്റർ. അപ്പോൾ അവിടെ കുരുവിളയച്ചാൻ എന്ന് പറഞ്ഞ ഒരു സിവിൽ എഞ്ചിനീയർ അച്ചാൻ ഉണ്ടായിരുന്നു. അച്ചാൻ ഒരു കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഞാൻ അച്ചാനോട് പറഞ്ഞ, അച്ഛാ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, എത്ര അതിൻ്റെ കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ നീളം വീതിയൊക്കെ ചോദിച്ചു. അങ്ങനെ അത് എടുത്തു കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്ര ഇതിന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ 15,000 രൂപ എങ്ങാണ്ട് 15,000 ദിർഹംസിൻ്റെ കൊട്ടേഷൻ കൊടുത്തു. അന്ന് അവരെനിക്കത് 5,000 ദിർഹംസ് അഡ്വാൻസ് ആയിട്ട് തന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം 3 രൂപയ്ക്ക് 3 ദിർഹംസിന് പ്രയാസപ്പെട്ട എനിക്ക് 5,000 രൂപയാണ് പിറ്റേ ദിവസം ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നത്. പിന്നെ അങ്ങനെ ദൈവം ഓരോ വഴികളെ തുറന്ന് എങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് 79-ൽ ഞാൻ 78-ലാണ് ഞാൻ വരുന്നത്. 79-ലും നാട്ടിൽ പോയി എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിന് കൂടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് 86-ലാണ്. അതുവരെ നാട്ടിൽ പോകാനായിട്ട് ഉള്ള വഴിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓരോരുത്തർ നാട്ടിൽ പോകാനായിട്ട് പെട്ടി കെട്ടുമ്പോഴും അവരെ കൊണ്ടുവിടാനായിട്ട് എയർപോർട്ടിൽ പോകുമ്പോഴും ഒക്കെ വളരെ ഹൃദയത്തിൽ കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, എന്ന് എനിക്കെന്ന് നാട്ടിൽ പോകാൻ പറ്റും. കാരണം അതിനുള്ള പോകാനായിട്ടുള്ള പൈസ ഇല്ല, ബുദ്ധിമുട്ടുകൾ പലവിധമായിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ടിരുന്നു. ഏതായാലും 86-ൽ നാട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ കല്യാണത്തിനായിട്ടുള്ള സെറ്റപ്പ് ഒരുക്കി. അങ്ങനെ വിവാഹത്തിന് ക്രമീകരണം ചെയ്തപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അവർ കാണാൻ വന്നപ്പോൾ എൻ്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിച്ചു. അന്നേരം എൻ്റെ കയ്യിൽ 0. എൻ്റെ പേരിൽ 1 സെൻറ്റ് വസ്തുവോ എനിക്കൊരു വീടോ അല്ലെ എന്തെങ്കിലും എനിക്കുണ്ടെന്ന് പറയാനായിട്ടൊന്നുമില്ല. ആകപ്പാടെ ഉള്ളത് വിശ്വാസം മാത്രമാണ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ആ പെങ്കൊച്ചിൻ്റെ അമ്മാച്ചനും അമ്മാവിയും ഉണ്ടായിരുന്നു. അവർ വിശ്വാസികളായിരുന്നു. അവരെന്നോട് ചോദിച്ചു, എങ്ങനെ രക്ഷിക്കപ്പെട്ടത്, സാക്ഷ്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ സാക്ഷ്യം ചെറുതായിട്ട് അവരോട് പറഞ്ഞു. അവർ എൻ്റെ ഭാര്യയുടെ ഫാദറിനോട് പറഞ്ഞു, വാക്ക് കൊടുക്കുക വെച്ചാൽ അവർ ദൈവത്തെ വിളിക്കുന്നവരാ, കുഴപ്പമില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യയും ഒറ്റയ്ക്ക് വിശ്വാസി വന്ന ആളാണ്. അപ്പോൾ അവൾക്ക് നേരത്തെ പല കല്യാണാലോചനകൾ, അവർ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അപ്പം മർത്തോമയിൽ നിന്നൊക്കെ ധാരാളം പേര് കല്യാണത്തിനൊക്കെ വന്നപ്പം അവളും വെത്തുകോസുകാരുടെ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിന്നു. എന്നിട്ട് അവസാനം എൻ്റെ ആലോചന വന്നപ്പം ഇതുകൂടെ നോക്കും, ഇത് ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കെട്ടിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുവാനായിട്ടിടെ. ഞാൻ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ്, ഞാൻ ഇവിടുന്ന് നാട്ടിൽ ചെന്നിട്ട് ഈ പെണ്ണ് കാണാനൊക്കെ പോകുന്നതിന് മുമ്പൊക്കെ ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴേ ഈ കല്യാണ ആലോചനയിൽ അവർ ഈ പെങ്കൊച്ചിനെ കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഫാദറും എൻ്റെ അമ്മയുടെ അനിയത്തിയും ചേട്ടത്തിയും അവരെല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോൾ ഞാനും പോയ. അപ്പം എൻ്റെ എനിക്ക് അന്ന് രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് ശലോമോൻ്റെ മകൻ രഹബയാം. ശലോമോൻ്റെ കാലം കഴിഞ്ഞപ്പോൾ രഹബയാമിൻ്റെ കാലത്ത് യൊരോബയാം മിസ്രൈം മറ്റ് രാജ്യത്തു നിന്നുകൊണ്ട് വന്നിട്ട്, നിന്റെ അപ്പന് ഞങ്ങൾക്ക് ഭാരമുള്ള ചുമട് തന്നു, നീ ഞങ്ങളുടെ ഭാരം കുറച്ച് തന്നാൽ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, നീ അവരുടെ ഭാരം കുറച്ച് കൊടുക്കുക, അവർ നിന്നെ സേവിക്കട്ടെ, അവരിവിടെ നിൽക്കട്ടെ എന്ന്.
എന്നാൽ അദ്ദേഹത്തിന് ആ ആലോചന ഇഷ്ടമാകാതെ തൻ്റെ കൂടെ വളർന്ന ചെറുപ്പക്കാരോട് ആലോചന ചോദിച്ചു. അങ്ങനെ ആ ആലോചന അദ്ദേഹത്തിന് പ്രയാസമായി. നമുക്കറിയാമല്ലോ, 12 ഗോത്രങ്ങളെ രണ്ടായിട്ട് തിരിച്ച് 10-ഉം 2-ഉമായിട്ട് മാറാനായിട്ട് ഇടയായി തീർന്നു. അപ്പം അതിലൂടെ എനിക്ക് കിട്ടിയ ദൂതെന്ന് പറയുന്നത്, ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കരുത്, പ്രായമുള്ളവർ പറയുന്നത് കേൾക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ചെറുപ്പക്കാരുണ്ട്. ഇവിടെ ഗൾഫിൽ ഉണ്ടായിരുന്ന എൻ്റെ 2 കൂട്ടുകാർ വിശ്വാസികളാണ്. അവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വൈഫ് ചെറുക്കാനം കുറഞ്ഞ ആളാണ്, വണ്ണമില്ല. അന്ന് 44 കിലോയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പം ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഓ, ജെയിംസിന് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തു. എന്നാൽ ഞങ്ങൾ വാക്കൊന്നും കൊടുത്തില്ല. പിന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വണ്ടിയിൽ കയറി പോകാൻ നേരത്തെ എൻ്റെ ഫാദർ പറഞ്ഞു, അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയാ. പിന്നെ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി, എൻ്റെ അമ്മ എനിക്ക് 11 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയാണ്. പിന്നെ ഇവരൊക്കെ എന്നെ വളർത്തുന്നത്. അപ്പം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയും പറഞ്ഞു, വീട്ടിൽ വന്ന് അടങ്ങി ഒതുങ്ങി നിന്നോളും. ഇങ്ങനെ കുറച്ച് പ്ലസ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ചെറുപ്പക്കാർ പറയുന്നതല്ല കേൾക്കേണ്ടത്, പ്രായമുള്ളവർ പറയുന്നത് കേൾക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ വാക്കു കൊടുത്തു. ഒരു ശനിയാഴ്ച കുറച്ചു, അടുത്ത തിങ്കളാഴ്ച കല്യാണം തറക്കത്തക്കവണ്ണം ഇടയായി. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നേണ്ട അന്നേരം അദ്ദേഹത്തിന് പാസ്പോർട്ടില്ല. പാസ്പോർട്ട് എടുക്കാനായിട്ട് ഒരു 3-4 മാസത്തെ താമസം വന്നു. 6 മാസത്തിനകം ഞാനിവിടെ കൊണ്ടുവന്നു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കൂടെ ഉണ്ട്, കുടുംബമായി താമസിക്കുന്നു. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയും, ഞാൻ എവിടെ പോയാലും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇവിടെ കൺവെൻഷനുകളൊക്കെ ദുബൈയിലും ഷാർജയിലും ഒക്കെ നടക്കുമ്പം ഞാനും പിള്ളേരും കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകൾക്കും പോകും. പിള്ളേർക്ക് പഠിത്തമുണ്ടോ പരീക്ഷയുണ്ടോ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. പിള്ളേർ ആത്മീയമായി വളരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവം ഉണ്ട്, എന്നെ ഒത്തിരി വേദനിപ്പിച്ചൊരു സംഭവം. അതായത് ഞങ്ങൾ 98 കൊറിയയിൽ യോങ്ങിച്ചോയുടെ ചർച്ചിൽ വേൾഡ് പെന്തിക്കോസ് കോൺഫറൻസ്, 18th വേൾഡ് പെന്തിക്കോസ് കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പരസ്യം ഗുഡ് ന്യൂസിൽ കണ്ടു. അങ്ങനെയുള്ളവർ ബാംഗ്ലൂരിലെ ജോൺ താന്നിക്കലുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ അത് കണ്ടപ്പോൾ ഇവിടുന്ന് വിളിച്ചു. എൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. അവർ അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, കൊറിയയിൽ നിന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നു. അതുകൊണ്ട് ഞാനിവിടെ എംബസി പോയി ഞങ്ങളുടെ എല്ലാവർക്കും വിസ എടുത്തു. ഇവിടെ ഞാൻ ഈ കുടുംബമായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പോയി ആത്മീയ ബലം പ്രാപിച്ച, ആത്മീയ സന്തോഷം പ്രാപിച്ച, എൻ്റെ കുടുംബത്തിന് അത് കിട്ടുന്നില്ലെങ്കിൽ കുടുംബത്തിൽ അതൊരു ഒരു ഒരു എന്താ ഒരു ആ ബാലൻസിങ് ശരിയാകത്തില്ലല്ലോ ആത്മീയത്തിൽ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ടും ഭാര്യയും കൊണ്ടും എല്ലാം പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കൊറിയയിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. കൊറിയയിൽ അപ്പം ജോൺ താന്നിക്കലൊക്കെ പറഞ്ഞത്, അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ഇവിടുന്ന് നേരത്തെ ടിക്കറ്റ് എടുത്ത് പോവുക. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എയർപോർട്ടിൽ ഇതിൻ്റെ കൗണ്ടർ കാണും, അവിടെ ചെന്ന് ഇന്ത്യയിൽ നിന്ന് വരുവാന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾക്ക്, കാരണം അക്കോമഡേഷൻ്റെ പൈസ ജോൺ താന്നിക്കൽ അവരുടെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അവർ അക്കോമഡേഷൻ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിൽ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നൊക്കെ കേട്ടോ. അവർക്ക്
അവിടെ ഇരുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, ഏത് ഹോട്ടലാണെന്ന് അറിയത്തില്ലായിരുന്നു. ഏതായാലും അവർ ഞങ്ങളെ കൊണ്ടുപോയി താമസിപ്പിക്കാനായിട്ട് കൊണ്ടുപോയത് ഈ യോങ്ങിച്ചോട് ചർച്ചിനോട് ചേർന്നൊരു ബിൽഡിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ ബിൽഡിംഗ് നമ്പർ 1 എന്നാണ്. എഡ്യൂക്കേഷൻ ബിൽഡിംഗ് നമ്പർ 1, 2 ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട് അവർക്ക് അവിടെ. ഈ കൂടുതലും ഈ ഗസ്റ്റുകൾ വരുന്നവർക്ക് താമസിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതിനകത്ത് കുറേ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 6 പേരും ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവിടെ അപ്പോൾ അങ്ങോട്ട് ചെന്നിറങ്ങി ഇതിലോട്ട് പോകാൻ നേരത്തെ ആൾക്കാർ വേദോസമൊക്കെ പിടിച്ചുകൊണ്ട് ഈ ചർച്ചിനകത്തോട്ട് പോകുന്നത് കാണാം. അപ്പം അന്വേഷിച്ചപ്പോൾ മിഡ് നൈറ്റ് പ്രെയർ, യോങ്ങിച്ചോട് ചർച്ചിൽ മിഡ് നൈറ്റ് പ്രെയറും ഏർലി മോർണിംഗ് പ്രെയറും ഉണ്ട്. ഈ മിഡ് നൈറ്റ് പ്രെയറിന് പോകുന്ന ആൾക്കാരാണിത്. ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയി ഇതെല്ലാം വെച്ചിട്ട് ഞാനും വൈഫും കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഈ മിഡ് നൈറ്റ് പ്രെയറിന് പോകാനായിട്ട് ഇറങ്ങി. ഈ യോങ്ങിച്ചോട് ചർച്ചിനകത്ത് പല ഹോളുകളുണ്ട്, പല കൂട്ടായ്മകൾ കൂടത്തക്കണമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇത് നല്ല ആരാധനയാണ് ഇതിനകത്ത്. ഇവർ നല്ല ഇങ്ങനെ അന്യഭാഷയിലാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ ദീപാലഭശങ്കന്തലരതലബലഭഷ ഇങ്ങനെ അന്യഭാഷയിൽ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്കും ആ ഒരു ആത്മീയ സന്തോഷം ഉണ്ടായിരുന്നു. ദൈവമേ, ഈ ദൈവത്തെ സേവിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ വരുവാൻ ഇടയായല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ മുടക്കിയ പൈസ എനിക്ക് മുതലായി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ നിന്നങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇതിൻ്റെ നടത്തിപ്പുകാർ മതി എന്ന് പറയുമ്പോൾ ഇനിയും പാട്ട് പാടാൻ പോവാണ് എന്ന് പറയുമ്പോൾ വരെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ ആ ഇടയ്ക്ക് നിർത്തുന്ന പരിപാടിയില്ല. നമ്മളാന്നിട്ട് ഒരു അല്ലേലിയ പറയാൻ പറയും, ഒരു അല്ലേലിയ പറയും, ഒന്നുകൂടെ പറയണം ഇങ്ങനെ വരത്തുള്ളൂ. അല്ലെ എന്നാൽ അവരിങ്ങനെ അങ്ങ് ദൈവത്തെ സ്തുതിക്കുന്നവർ തന്നെയല്ല. അവിടുത്തെ വേറൊരു പ്രത്യേകത, അവിടുത്തെ സെക്യൂരിറ്റികളുണ്ട്. ഈ ഓക്കി ടോക്കിയും തൊപ്പിയൊക്കെ വെച്ച് പോലീസിനെ പോലെ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ഇവര് ഇപ്പം 5ഉം 10ഉം 8ഉം ഒക്കെ പേര് ഇങ്ങനെ വട്ടത്തിന് നിന്നിട്ട് കൈ കോർത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ വിജയം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. പൊങ്ങിച്ചോട് ചർച്ചിൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ നമുക്ക് നേടാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് യോങ്ങിച്ചോ അവരെ അവിടുത്തെ ജനത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ യോങ്ങിച്ചോട് ചർച്ചൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ നിലയിലാണ് തുടങ്ങിയത്. ഒരു ടെൻറ്റിൽ തുടങ്ങിയത്. അവർ 5 പേര് അവിടെ ഈ ചർച്ച തുടങ്ങാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ പിന്നീട് ദൈവം ഇപ്പം അവരുടെ ആ ചർച്ച എന്ന് പറയുന്നത് തന്നെ എത്രയോ പേർക്ക് ഇരിക്കാവുന്ന ഒരു ബിൽഡിംഗ് ആണ് പണിതേക്കുന്നത്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ് 18 നില മേളിലോട്ടും 4 നില താഴോട്ടുമാണ് എഴുതി വെച്ചിട്ട് യോയുടെ ഫുൾ ഗോസ്പൽ ചർച്ച് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. ഇപ്പോഴേ ഞങ്ങളുടെ ഇന്ത്യൻ ഗ്രൂപ്പിൽ M.A. വർഗീസ് പാസ്റ്റർ ഉണ്ട്, R. എബ്രഹാം പാസ്റ്റർ ഉണ്ട്, അതുപോലെ ഷാർജയിലുള്ള വിൽസം പാസ്റ്റർ, ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ വന്നത്. അപ്പം ഇവർ വന്നു കഴിഞ്ഞപ്പം ഞാനും ഇവരുടെ കൂട്ടത്തിൽ ഈ ഇവർക്കുള്ള അക്കോമഡേഷൻ കാണാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മകൻ ജോയലും കൂടെ പോയത്. അത് ഈ നമ്മുടെ ഈ ചർച്ച ഇരിക്കുന്നിടത്തു നിന്ന് 1 മണിക്കൂറോളം ട്രാവൽ ചെയ്തെങ്കിലേ അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ ഒരു മിനി വാഹനം ഞങ്ങളെ എല്ലാവരും കൂടെ അവിടെ കൊണ്ടുപോയത്. അപ്പം ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പോകണ്ടെന്ന് വെച്ചു. ഇവിടെ ആകുമ്പം ഇവിടെ എപ്പോഴും മീറ്റിംഗ് ഒക്കെ നടക്കുന്ന, അപ്പം അതിന് ചർച്ചയിൽ നിന്ന് പോകാനും വരാനും ഒക്കെയുള്ള സൗകര്യം ഇതാണല്ലോ എന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ ഞങ്ങളെ ആദ്യം കൊണ്ടാക്കിയ അടുത്ത് തന്നെ താമസിച്ചു. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഈ റൂമും ഫ്ലാറ്റും ഒക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴേ എൻ്റെ മകനെ കാണുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നോക്കി. അന്ന് ഇവരെല്ലാവരും അവനെ തിരയുന്ന ഇതിലായി. ഓരോരുത്തർക്കും അവിടെ പരിസരവും ഇതിനകത്ത് എവിടെയെങ്കിലും ബാത്റൂമിലും എല്ലാം കയറിയിരിക്കും, അതൊക്കെ എല്ലാം ചെക്ക് ചെയ്തു. കാണുന്നില്ല. അയ്യോ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ ഞാൻ എന്തോ ചെയ്തു.
ആരോട് ചോദിക്കാനാ? ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? അവിടെയുള്ളവർക്കും അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും നല്ലവണ്ണം അറിയുന്നവരല്ല. അല്ല, എന്തുവാ പറയേണ്ടത്? ഏതായാലും ഇങ്ങനെ കർത്താവെ സഹായിക്കണേ. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ധൈര്യം ഉണ്ടായി ഓങ്ങിച്ചോടെ ചർച്ചുകാരോട് പറഞ്ഞിട്ട് അവിടുത്തെ ടെലിവിഷനിലെങ്ങാനും ഇവൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് അവിടെ കാണും കിട്ടുവാണെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് പറയിക്കാമെന്നുള്ളൊരു ഇതിലേക്ക്. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഈ ഹോട്ടൽ കഴിഞ്ഞ് അവിടെ ആ വാൻ ദൂരെ ഒരു റോഡ് സൈഡിലായിരുന്നു ഇട്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് മോന് ആ വാനിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. അവിടെ ഈ യോങ്ങിച്ചോടെ ചർച്ചിൽ പോയതുകൊണ്ട് ആത്മീയമായ ഒത്തിരി അറിവുകേടുകൾ മാറാനായിട്ട് ഇടയാക്കി. കാരണം ഒന്ന്, വിശ്വാസത്താലുള്ള പ്രാർത്ഥന അത് ആവശ്യമാണെന്നും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഉള്ളത് മനസ്സിലാക്കാനിടയായി. ഞങ്ങൾ അവർക്കവിടെ പ്രെയർ മൗണ്ടൻ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു വലിയൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു 100 ഏക്കറോളം ഉള്ള ഒരു സ്ഥലമാണ് പ്രെയർ മൗണ്ടൻ. അവിടെ ഒത്തിരി കെട്ടിടങ്ങളുണ്ട്. 3000 പേർക്ക് ഇരിക്കാവുന്ന, 1000 പേർക്ക് ഇരിക്കാവുന്ന. അതുപോലെ തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് നമുക്ക് കയറി മുട്ടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്ന പ്രെയർ സെല്ലുകളുണ്ട്. നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ 100 കണക്കിന് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കുക. അപ്പം അതിനകത്ത് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് സൈഡിൽ കൂടെ പോയാൽ പ്രാർത്ഥിക്കുന്ന ശബ്ദവും കരച്ചിലിൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കാൻ പറ്റും. ഞങ്ങൾ പ്രെയർ മൗണ്ടനിൽ പോകാനായിട്ട് ഈ യോയുടെ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ അടുത്തൊരു ഇവിടുത്തെ ഈ ബസ് ഇടുന്ന അവിടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ബസ് ടു പ്രെയർ മൗണ്ടൻ എന്ന് പറയും. അപ്പം അത് കയറിയിരുന്ന പൈസയൊന്നുമില്ല, നമ്മളെ കയറിയിരുന്നാൽ മതി, അവിടെ കൊണ്ടുവിടും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. അപ്പം അവരൊരു ബാഡ്ജ് തരും. ഞങ്ങൾ ആ പ്രെയർ മൗണ്ടോട്ട് കയറി ആ പ്രെയർ സെല്ലിയുടെയൊക്കെ അടുത്ത് അവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ എൻ്റെ മുകളിൽ ഇവർക്കൊരു ശവക്കോട്ടയും ഒരു മണ്ഡപവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. പുള്ളി കൂടുതലും ഈ അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല ശബ്ദത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ഈ പ്രെയർ മൗണ്ടനിലെ ശരികൾ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവിടുത്തെ സ്ഥലങ്ങളും ഇതെല്ലാം കണ്ട് തിരിച്ചേണ്ട ഒരു 4 മണി സമയത്തിനാണ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ആ ബസ് കൊണ്ടിറക്കിയ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോഴും ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേ ലെവലിൽ, ശബ്ദമൊന്നും കുറയുന്നില്ല, അതേ ലെവലിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം യോങ്ങിച്ചോടെ ചർച്ചിലെ വിസിറ്റ് എനിക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രചോദനം കിട്ടി. വിശ്വസിക്കണമെന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏത് കാര്യവും നേടാം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഒരു അറിവ് അവിടെ നിന്ന് ലഭിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ പിന്നെ എൻ്റെ ഇവിടുത്തെ ജീവിതത്തിൽ എനിക്ക് 4 മക്കളാണത്. ഞാൻ വിശ്വാസത്താൽ ജീവിക്കണമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നിനെ ആശ്രയിക്കുന്നത്, ആശുപത്രിയിൽ പോകുന്നത് അങ്ങ് നിർത്തി. മുമ്പ് പോയിട്ടില്ല, വേണ്ടാന്ന് വെച്ചു. കാരണം പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുക, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുണ്ട്. അപ്പം എൻ്റെ മകൾ, അവളാണ് മൂത്തത്, ഒരു ദിവസം കുഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരയുക. ദേഹത്ത് തൊടാൻ പറ്റത്തില്ല, അതുപോലെ ടെമ്പറേച്ചർ, ഭയങ്കര അങ്ങ് കരയുക, ഭയങ്കര ചൂട്. അപ്പം വൈഫ് എന്നോട് ചോദിച്ചു എന്തോ ചെയ്യണ്ടേ. പറയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അന്ന് ഇവിടെ ആരാധന ഉണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചാണ് ആരാധന നടക്കുന്നത്.
അപ്പം കോർഫക്കാനിൽ നിന്ന് ജോൺസൺ പാസ്റ്റർ വന്ന മീറ്റിംഗ് നടത്തുന്നത്. അദ്ദേഹം വിളിച്ചു, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്ന പോലെ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിന് ടെമ്പറേച്ചർ, അവൾ കിടന്ന് കരയുക ഇതുണ്ടെന്ന്. അത് പറഞ്ഞ് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം ഇനി വന്ന് ഞാനും പാസ്റ്ററും കൂടെ ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. വൈഫ് കുഞ്ഞുമായിട്ട് ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞ് കുഞ്ഞങ്ങ് ഉറങ്ങി. നേരം വെളുത്തപ്പോഴത്തേക്ക് തലേ ദിവസം ഇങ്ങനെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള യാതൊരു സിംറ്റംസും ഇല്ലാതെ പൂർണ്ണ സൗഖ്യത്തോടു കൂടി കുഞ്ഞിനെ ലഭിക്കാനിടയായി. അത് ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കാനിടയായി. തുടർന്ന് 4 കുഞ്ഞുങ്ങളും +2 വരെ ഇവിടെ പഠിച്ചവരാണ്. ഒരിക്കലും ഒരു മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ ഇടയായില്ല. പല അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൽ വെച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കണ്ണുദീനം വരില്ല, കണ്ണ് ചുമന്ന് ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം ഇളയ മോൻ്റെ കണ്ണ് എല്ലാം അങ്ങോട്ട് ഈ പഴുത്ത്, അതായത് ഈ പീള കെട്ടിയിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ആ ഒരു അനുഭവമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുക. രോഗം എന്ന് പറയാൻ ഞങ്ങൾക്കൊരു വിഷയമേ അല്ലായിരുന്നു. എല്ലാത്തിനും ദൈവം വിടുതൽ തന്ന്. അതുപോലെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണല്ലോ, പണിക്ക് വേണ്ടി ഞാൻ എങ്ങും പോകത്തില്ല, ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവമാണ് തരുന്നത്. ഓരോ കസ്റ്റമേഴ്സിനെ ഞങ്ങളുടെ ഓഫീസിലോട്ട് അയക്കും, അവർക്ക് കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകിന് പോകത്തില്ല. ദൈവഹിതം ഉള്ളത് ഇങ്ങ് വരുമെന്നുള്ളൊരു വിശ്വാസം ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ആണ് ബിസിനസ്സും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. പിന്നീട് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, ഇവിടെ പൈസ ഇല്ലാതെ ഞാൻ ഞെരുങ്ങി ഒരു ഇച്ചിരി നിന്ദിതനായ ഒരു സ്ഥലമാണ് ഈ ഫുജേറ എന്ന് പറയുന്നത്. എന്നെ നിന്ദിച്ചെടുത്തെനിക്കും എന്നെ മാനിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവം ഇങ്ങനെ വർക്കുകളൊക്കെ തന്ന് എൻ്റെ സാമ്പത്തിക അവസ്ഥകൾക്ക്. പിന്നീട് എനിക്ക് വീടില്ലായിരുന്നു, വസ്തുവില്ലായിരുന്നു. അപ്പം എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന, കർത്താവേ ഒരു 10 സെൻറ്റ് വസ്തു തരണേ, ഒരു ചെറിയ വീട് വെക്കാനായിട്ടൊന്നും പറയും പ്രാർത്ഥിക്കരുത്. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു ഭവനം വേണം, ദൈവം തരണേന്ന് പറയും. അപ്പം ഞങ്ങളുടെ ചെറിയനാട്ട് തന്നെയുള്ള ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അച്ചായൻ ഒരിക്കൽ ഗൾഫിൽ വന്നു. അദ്ദേഹം ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ വന്നിട്ട് ഡോളർ, അതുപോലെ തന്നെ ഫോറിൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ആൾ. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ പുള്ളിക്ക് ആ ചെറിയനാട് ജംഗ്ഷനിൽ തന്നെ കുറച്ച് 46 സെൻറ്റ് വസ്തുവുണ്ട്, ഞാനത് കൊടുക്കാൻ പോവാ, എനിക്ക് വേണം തന്നേക്കാമെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണം, പക്ഷെങ്കിൽ പൈസ പറഞ്ഞു കുറേശ്ശെ തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അന്ന് ഉള്ള കുറേ പൈസ കൊടുക്കും. പുള്ളിക്ക് ഫോറിൻ മണി വേണം. അപ്പം അങ്ങനെ ആ 46 സെൻറ്റ് വസ്തു വാങ്ങിക്കാനിടയായി തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ 89-ൽ നാട്ടിൽ പോയി. അപ്പം ആ സമയത്ത് എൻ്റെ വീട്ടിൽ വെച്ച പ്രാർത്ഥന, അതുപോലെ ഗസ്റ്റുകൾ വന്നാൽ അവിടെ താമസിക്കുന്ന പാസ്റ്റർമാർ വന്ന്, കടങ്ങന്നൂർ കുഞ്ഞോൻ പാസ്റ്റർ എന്ന് പറയുന്ന കല്ലിമല സഭയോടുള്ള ബന്ധത്തിലുള്ള കടങ്ങന്നൂർ കുഞ്ഞോൻ പാസ്റ്റർ അന്ന് വിസിറ്റിങ്ങിന് വന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങളൊരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദൂത് പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, 90-ൽ വീടിൻ്റെ പണി നടക്കുന്നല്ലോ എന്ന് പറയും. അപ്പം എനിക്ക് 90 വീട് പണി ചെയ്യാനുള്ള സാമ്പത്തിക അന്നേരം പൈസ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ഈ വസ്തു വാങ്ങിച്ചതിൻ്റെ ബാക്കി പൈസ കൊടുക്കാനുണ്ട്, അത് പൂർത്തിയായിട്ടില്ല. അപ്പം ഇതില്ല. എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ പുള്ളി അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു, 89-ൽ തന്നെ തുടങ്ങുമല്ലോ എന്ന്. ഏതായാലും ഞങ്ങൾ 89-ൽ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ മുതൽ വീട്ടുകാരെല്ലാം കൂടെ വസ്തു വാങ്ങിച്ചല്ലോ, അപ്പോൾ ഒരു അടിത്തറ ഇട്ടിട്ട് പോകാൻ പറയും. കാരണം എൻ്റെ ഈ പൈസ കിട്ടിയാൽ അത് ഇങ്ങനെ അങ്ങ് പോകും, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നൊരു സ്വഭാവമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് പിടിച്ച് കെട്ടാനായിട്ട് അടിത്തറ ഇട്ടാൽ പിന്നെ പണി ചെയ്തോളുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇല്ല. അപ്പം ഈ കടകന്നൂർ കുഞ്ഞോൻ പാസ്റ്റർ തന്നെ പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ എന്നെ കാണണം, എൻ്റെ അളിയനൊരു കോൺട്രാക്റ്റാണ്, അദ്ദേഹത്തെ ഏൽപ്പിക്കാം, അദ്ദേഹം പ്ലാനും ഒക്കെ പറയും, എത്ര രൂപ ആവും എന്നുള്ളത് പറയും, ന്യായമായിട്ടുള്ള ഇതിൽ നമുക്ക് ചെയ്യിക്കാമെന്നൊക്കെ പറയും.
അപ്പം അങ്ങനെ ഞാൻ കരിമല കുഞ്ഞാച്ചൻ്റെ വീട്ടിൽ പോയി. നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട് കിടക്കുന്ന കുഞ്ഞോൻ പാസ്റ്റർ അവിടെ ഉണ്ട്. അപ്പം ഇന്ന് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. വീട് പണി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒരാഗ്രഹമുണ്ട്, ഒന്ന് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഒരു പ്ലാനും ഒക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു ഞാൻ അളിയനോട് പറയാം അങ്ങോട്ട് വരാനായിട്ടെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുള്ളറ്റേൻ്റെ അളിയൻ കരിമല കുഞ്ഞാൻചാൻ്റെ ഞങ്ങൾ ഇരിക്കുന്ന ആ ഭാഗം അവിടെ വന്നപ്പം എന്നെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു പ്ലാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ വന്ന് സൈറ്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ പ്ലാൻ തരാമെന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം ഒരു പ്ലാനും ഉണ്ടാക്കി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഒക്കെ ആയിട്ട് വന്നു. പിറ്റേ ദിവസം വന്നിട്ട് സൈറ്റ് കണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രാർത്ഥനയൊക്കെ നടത്താനായിട്ടൊരു ഹോള് വേണം, പിന്നെ ഡൈനിങ്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഡൈനിങ്ങും വിസിറ്റിങ്ങുമായിട്ട് ഒന്നിച്ച് ഇട്ടിട്ട് അവിടെ പ്രാർത്ഥന, ഞാൻ സെപ്പറേറ്റ് പ്രാർത്ഥന റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു പ്ലാൻ ചെയ്താ ഉണ്ടാക്കിയത്. അപ്പം അദ്ദേഹം അന്ന് 20,000 രൂപ അഡ്വാൻസ് കൊടുക്കുക, എന്നിട്ടേ ഈ അവർ പണി തുടങ്ങത്തുള്ളൂ. അഡ്വാൻസ് ആയിട്ടുള്ളതായി 20,000. അപ്പം അഗ്രിമെൻറ്റിലുണ്ടത്. അപ്പം ആ പാടെ 20,000 ഉണ്ട് എൻ്റെ ബാങ്കിൽ. ഒടുവിൽ അത് അദ്ദേഹത്തിന് കൊടുത്തു. ഇത് കിട്ടുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം കല്ലിറക്കി, മണലിറക്കി, സിമെൻ്റ് ഇറക്കി വാനം തോണ്ടാനായിട്ടുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്തു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു പതുക്കെ പണിതാൽ മതി, എനിക്ക് ധൃതിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ കാരണം അതിൻ്റെ ഇപ്പം ഇത് അടിത്തറ കഴിയുമ്പോൾ ഒരു പേയ്മെൻറ്റ് കൊടുക്കണം, പിന്നെ ഇത് ഇങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് പതുക്കെ പണിതാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാൽ ദൈവം എനിക്ക് വേണ്ടി പിന്നെ പണികളൊക്കെ തരാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ വരുമാനം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും 91 നാട്ടിൽ പോകാനായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ 91 വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് വീട്ടിൽ കയറി താമസത്തിനുള്ള രീതിയിൽ പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം അങ്ങനെ പണി പൂർത്തിയാക്കി. മറ്റേ കിടക്കന കുഞ്ഞുമാസ് പറഞ്ഞ പോലെ തന്നെ 89 ഡിസംബർ 30 കല്ലിട്ടത്. മറ്റേ കുഞ്ഞാൻച്ചാൻ കല്ലിട്ടു. പിന്നെ അതിൻ്റെ പണി നടത്തി 91 അതിൽ കയറി താമസിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. നല്ലൊരു 4 ബെഡ്റൂമുള്ള ഒരു 2 നില വീട് പണിയാനായിട്ട് ദൈവം ഇടയാക്കിയത്. അപ്പോൾ ആ കാലങ്ങളെല്ലാം എന്തിനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അങ്ങനെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൊക്കെ ദൈവം നടത്തി തരുന്നു. അപ്പം ആ കാലത്താണ് നമ്മുടെ നാട്ടിൽ ടാറ്റാ സുമോ ഇറങ്ങുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പത്രത്തിൽ മനോരമ വിപണി എന്നും പറഞ്ഞുള്ള ഒരു കോളം ഉണ്ട്. അതിനകത്ത് ഈ ടാറ്റാ സുമോയുടെ ഫോട്ടോ കൊടുത്തിട്ട് അന്ന് 3,40,000 രൂപയാണ് ടാറ്റാ സുമോയ്ക്ക്. എനിക്കൊന്ന് കേരളത്തിൽ ഞാനാണെന്ന് തോന്നുന്നു ആദ്യം അത് ഇങ്ങനെ ബുക്ക് ചെയ്യാനാണ്. പക്ഷെ അന്ന് ബുക്കിങ് കേരളത്തിലില്ല, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു CSI കാരനാണ്. പിന്നീട് അദ്ദേഹം തമിഴ് പെന്തിക്കോസ് ആയി. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്, തമിഴ്നാട്ടിലെ ബുക്കിംഗ് ഉള്ളതൊന്നും ബുക്ക് ചെയ്യണമല്ലോ എന്ന്. നോ പ്രോബ്ലം. പുള്ളിയുടെ ഫാദറിനിലോ ഈ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വണ്ടി ബുക്ക് ചെയ്തു. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ വണ്ടി എടുപ്പിച്ചു. അങ്ങനെ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ എൻ്റെ ഒരു ഇതാണ്, എനിക്ക് പല ദേശങ്ങളും ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ നാട് വിട്ടുമൊക്കെ പോകുമായിരുന്നു. അങ്ങനെ
ലണ്ടനിലെ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഓസ്ട്രിയ, ഇവിടെയൊക്കെ യൂറോപ്പെല്ലാം ഒരു 15 ദിവസത്തെ 15 നൈറ്റ് 16 ഡേ അങ്ങനെ ഒരു ടൂറിന് പോകാനിടയിൽ ഞാനും ഭാര്യയും കൂടാണ് പോകുന്നത്. ഞങ്ങൾ ഈ കൊറിയയിൽ പോയി കഴിഞ്ഞാൽ സിംഗപ്പൂര്, മലേഷ്യ, തായ്ലാൻഡ്, ഈ ശ്രീലങ്ക, ഇങ്ങനെ ഇവിടെ എല്ലാം പോകാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഒത്തിരി സ്ഥലങ്ങൾ, അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോകാനായിട്ട് ദൈവം ഇടയാക്കി. ഇപ്പോഴുള്ളൊരാഗ്രഹമാണ് ഒരു മോട്ടോർ വാൻ, അതായത് ബെഡ്റൂമും ബാത്റൂമും കിച്ചണും ഒക്കെ ഉള്ള വാഹനത്തിൻ്റെ ലോകമൊക്കെ ഒന്ന് സഞ്ചരിച്ച് സുവിശേഷം പറയുകയും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. ഞാൻ നാട്ടിൽ വരുമ്പോഴേ ദിവദാസന്മാരെ വിളിച്ച് മീറ്റിങ്ങുകൾ, എൻ്റെ വീട്ടിലെപ്പോഴും മീറ്റിംഗ് കാണും. അതവിടെ മൈക്ക് വെച്ച് അങ്ങ് തകർക്കും. ഒരു ഉത്സവ പ്രതീതിയാണ് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ. പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം മർത്തോമക്കാരും യാക്കോക്കാരും. അപ്പം ഇവരെ ഒന്ന് പെന്തക്കോസ്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ വീട്ടിൽ മീറ്റിംഗ് വെച്ചിട്ട് ദൈവദാസന്മാരെ, വാര്യാപന യോനച്ചാനെ ഉൾപ്പെടെ ഞാൻ വീട്ടിൽ വെച്ച് വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇവരെ എല്ലാം വിളിക്കും. ഞാൻ വിളിക്കുമ്പോൾ അവരെല്ലാം വരും. അങ്ങനെ എൻ്റെ വീട്ടിൽ പലരും, എൻ്റെ പെങ്ങന്മാർ പിന്നെ സ്ഥാനപ്പെടുവാനായിട്ട് ഏത്തരുത്, എൻ്റെ ബ്രദറ്, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലിപ്പം മുക്കാലും ബന്ധുക്കോസ് കുടുംബങ്ങളായി മാറി നമ്മുടെ ദേശത്തും. അപ്പോൾ എനിക്ക് ഒരു ധൈര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ രക്തം എന്നോട് ചോദിക്കത്തില്ല ദൈവം എന്നുള്ളത്. കാരണം ഞാൻ എപ്പോൾ ചെന്നാലും കൺവെൻഷനുകൾ, പരസ്യയോഗങ്ങൾ, അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഞാൻ സുമ എടുക്കുന്നതിന് മുമ്പ് കരിമല കുഞ്ഞാൻച്ചാൻ്റെ ഒരു വാനുണ്ടായിരുന്നു. അതേൽ ഞങ്ങൾ അവിടെ കുഞ്ഞാൻച്ചാൻ്റെ സഭയിലെ ഒരു പാസ്റ്ററുണ്ട്, ഒരു ബാബു ഉപദേശി എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം വണ്ടി കരിമലയിൽ നിന്ന് എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ 5-6 പേര് ഇങ്ങനെ ഈ മൈക്കൊക്കെ വെച്ച് പാട്ടുമൊക്കെ പാടി ഓരോ ജംഗ്ഷനിൽ നിന്ന് പരസ്യങ്ങൾ, വെളുപ്പിന് 5 മണിയാകുമ്പോൾ ഇറങ്ങും. ഓരോ ജംഗ്ഷനിൽ ഇറങ്ങി പരസ്യങ്ങളും ഒക്കെ നടത്തി ട്രാക്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ഈ ഞാൻ പണിത വീടിൻ്റെ പണി കഴിഞ്ഞപ്പം അതിൻ്റെ മുകളിൽ മൈക്ക് വെച്ചിട്ട് രാവിലെ ഈ അമ്പലത്തിൽ പാട്ടിടുന്നതിന് മുമ്പ് ഞങ്ങൾ പാട്ടിടും. ഞാനും കുടുംബമായിട്ട് ആദ്യം പാട്ട് പാടും. ആദ്യം ഉഷകാലത്ത് നാം എഴുന്നേൽക്കുക, അങ്ങനെയുള്ള സ്ലോമോ പാട്ടുകൾ പാടും. പിന്നെ തമ്പേറടിച്ച് ആരാധനയുടെ പാട്ടുകൾ. അപ്പം ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് പോരാനായിട്ട് ഇരിക്കുമ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു അമ്മാമ്മ വന്നിട്ട് പറഞ്ഞു, ജെയിംസിൻ്റെ പാട്ട് കേട്ടായിരുന്നു ഞങ്ങൾ എഴുന്നേറ്റോണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഒത്തിരി കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ 5 അച്ഛന്മാരെ വിളിച്ചാണ് കൺവെൻഷൻ നടത്തിയത്. ഖാനു അച്ഛനെ, ബഹനാൻ അച്ഛനെ, മാർസലിൻ അച്ഛനെ, പിന്നെ ജോർജ് മാത്യു അച്ഛനെ, ഇങ്ങനെ 5 അച്ഛന്മാരെ വിളിച്ചിട്ട് ഒരിക്കൽ ഒരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ മനുവേൽ ഉപദേശി, കണ്ണ് കാണാത്ത മനുവേൽ ഉപദേശിയുണ്ട്. അപ്പം ഇങ്ങനെ ഈ അച്ഛന്മാരുടെ കൺവെൻഷൻ നടക്കുമ്പോഴേ ലാസർ വി മാത്യു ഒരു പ്രാവശ്യം ഈ മനുവേൽ ഉപദേശിയെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഒരു ദിവസം ചെറിയനായിട്ട് വരണമെന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ വരണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വന്നു. അദ്ദേഹം വന്നൊരു പാട്ടുമൊക്കെ പാടി തൻ്റെ സാക്ഷിയൊക്കെ പറയാൻ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീടുണ്ടായിരുന്നത് വെള്ളം കയറി എല്ലാം ഇടിഞ്ഞു വീണ് അദ്ദേഹം ഏതോ ഒരു കടയുടെ മുറിയിൽ അങ്ങോട്ട് താമസിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ്. അപ്പം ലാസർ വി മാത്യു എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കോപ്പി ഞാൻ കൊണ്ടുവന്ന് വിസ എടുത്തിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്
ഞാൻ ഒത്തിരി പാസ്റ്റർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവർ വരുമ്പോഴേ അവർക്ക് വേണ്ട പ്രോഗ്രാം എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇന്നിവിടെ നാളെ അവിടെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഞാനിങ്ങനെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് മനുവേൽ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും ടാക്സിയിലൊന്നും കയറ്റി വിടാൻ പറ്റത്തില്ല, കണ്ണ് കാണാത്ത ആളാണ്. പുള്ളിയെയും കൊണ്ട് ഞാൻ അബുദാബിയിലെ മീറ്റിംഗ് ഇവിടുന്ന് ഒരു 300 കിലോമീറ്ററോളം അബുദാബിക്ക് കൊണ്ടുപോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന ഇവിടെ ആരും താമസമുണ്ടിരുന്നു. ആ മീറ്റിങ്ങിന് അദ്ദേഹത്തിന് കിട്ടിയ നന്മകൾ കൊണ്ട് 58 സെന്റ് വസ്തു വാങ്ങിക്കാനിടയായി. അവിടെ ഒരു വീട് പണിയാനായിട്ടുള്ള കല്ലിടാനും എനിക്ക് ദൈവം സഹായിച്ചു. അപ്പം അങ്ങനെ പലരെയും സഹായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ദൈവനാമത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധമൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തുമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിന് പോകാനായിട്ട് കുടുംബമായിട്ട്, അപ്പോൾ ആ സുമയിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ KP ഓനാൻ്റെ അവിടെ ചെന്നിട്ട് തമിഴിലും കന്നഡയിലും ഒക്കെയുള്ള ട്രാക്റ്റുകൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഓരോരുത്തർക്ക് കൊടുക്കുകയും അതുപോലെ പിള്ളേരുടെ ട്രാക്റ്റ് കൊടുത്തു വിടും. ഇവർ ചെന്നിട്ട് അപ്പച്ച ആൻറ്റി അങ്കിള് എന്ന് പറയും ഓരോരുത്തരെ ഈ ട്രാക്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന തുടങ്ങാൻ, ചെറിയനാട്ടെ വീട്ടിലൊരു പ്രാർത്ഥന തുടങ്ങാനിടയായി. ധാരാളം ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒരു ആലയം പണിയുവാനായിട്ടും, ആലയത്തിന് സ്ഥലം വാങ്ങിച്ചപ്പം നമ്മുടെ ആശാരിപദേശി വന്നിട്ട് അവിടെ ഒരു ഒരു എന്തുവാ കൂടാരം പണിതു. കൂടാരം എന്ന് പറയാൻ നമ്മുടെ ഓല കൊണ്ടുള്ള സിനിമാക്കോട്ട പോലുള്ള ഒരു ഇതുണ്ടാക്കിയിട്ട് അദ്ദേഹം മാസത്തിൽ ഒരിക്കൽ അവിടെ വന്നിട്ട് ഒരു ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാർത്ഥന നടത്തും. അവിടെ ഞങ്ങളുടെ ചെറിയനാട്ടെ സഭ അങ്ങോട്ട് മാറ്റി അവിടെ, കാരണം ഇവിടെ എൻ്റെ റൂമുകളിൽ ഇരിക്കാനുള്ള കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ഇത് നിറച്ച ആൾക്കാർ അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. പോൾ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനായിരുന്നു അന്ന് അവിടെ പാസ്റ്ററായിട്ടിരുന്നത്. ആ ചർച്ച് ഇപ്പോഴും ഉണ്ട്. നല്ല ഇത്രയും ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം എനിക്ക് എന്തെങ്കിലും നടക്കാതെ പോയാൽ, നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയും, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഒത്തിരി ഞാൻ ഉപവസിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഇവിടെ നേരത്തെ പറയാറുണ്ടായിരുന്നു, ഞാൻ ആഹാരം കഴിച്ചിട്ടുള്ളതിനെക്കാട്ടിൽ കഴിക്കാത്ത ദിവസങ്ങളാണ് കൂടുതൽ. കാരണം എല്ലാ വിഷയങ്ങൾക്കും ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉപവസിക്കും. ഞങ്ങളുടെ സഭയിലാണെങ്കിൽ ഒരു വർഷം 2 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയുണ്ട്, 21 ദിവസം. ഒന്ന് ഡിസംബർ 11 തുടങ്ങി 31 തീരുന്ന ഒരു ഉപവാസ പ്രാർത്ഥന. പിന്നെ ഇവിടുത്തെ നോയമ്പ് സമയത്ത്, ഈ ഇസ്ലാമിക നോയമ്പ് സമയത്ത് മിക്കവാറും എല്ലാവർക്കും ഉച്ചവരെ ഉള്ളൂ വർക്ക്. അത് കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവർക്കും കഞ്ഞിയും പയറും പപ്പടവും ഇങ്ങനെ ആഹാരത്തോട് കൂടിയുള്ള ഉപവാസ പ്രാർത്ഥന. അത്
ഇങ്ങനെ 2 പ്രാവശ്യം ഉണ്ട്. അതിൽ ഒരു പ്രാവശ്യം കഞ്ഞി കൊടുക്കും, ഒരു പ്രാവശ്യം ഫുൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. അതിൻ്റെ അവരൊരു വീട്ടിൽ കഴിക്കണം. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി കാര്യങ്ങൾ നേടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവം ധാരാളമായി മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് വീടില്ല, വസ്തുവില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ വിവാഹം പോലും മുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായെടുത്ത് അവരുടെ വീട്ടുകാരെക്കാട്ടിലൊക്കെ ഒരു പണക്കാരായി ഞങ്ങളെ ഉയർത്തുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവങ്കിലേക്ക് നോക്കിയർ പ്രകാശരായി, അവരുടെ മുഖം ലജ്ജിച്ചതുമില്ല. ഈ എളിയോ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചു എന്ന് മാത്രമല്ല സകല നന്മകളും തരുവാൻ തക്കണം ഇടയാത്തി. എന്തെല്ലാം ആഗ്രഹിച്ചു അതെല്ലാം തരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഒന്നിനും മുട്ടില്ലാതെ നടത്തുവാൻ. കഷ്ടങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, രോഗങ്ങൾ വരാം. പക്ഷെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. തീർന്നാൽ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇട്ടിരിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. നമ്മൾ ദൈവത്തെ മാനിക്കണം. ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി മുടക്കുന്ന പണം, ദൈവത്തിന് വേണ്ടി മുടക്കുന്ന സമയങ്ങൾ, നമ്മുടെ വീട്, എൻ്റെ ആണെങ്കിൽ ഇവിടുത്തെയുള്ള വീട്, ഇവിടെ ആരാധന, നാട്ടിലെ വീട് എല്ലാം ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പം അതനുസരിച്ച് ദൈവവും നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായി. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് നമുക്ക് പ്രാപിപ്പാനും ഇടയായിത്തീരും. ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും. അത് എൻ്റെ അനുഭവമാണ്. ഞാൻ ഇത്രത്തോളം ഉയരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ദൈവത്തെ മാനിച്ചു, ദൈവം എന്നെ മാനിച്ചു. അല്ല, വേറൊരു യോഗ്യതയും പറയാനില്ല. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയാൻ 10 കുസ്തിയും. എന്നാൽ ഞാനിവിടെ ഞാൻ എയർ കണ്ടീഷൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഞാനൊരു എഞ്ചിനീയർ ആണെന്നുള്ള നിലയിലാണ് ആൾക്കാർ, കാരണം അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് അറിയാം. അപ്പം ആ നിലയിലേക്ക് ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, പൈസ ഇല്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഏത് രോഗത്തിനും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുപോലെ വീടില്ലയോ, എന്തുവാ നമുക്ക് വേണ്ടത്, നമ്മൾ ആ ദൈവസന്നിധിയിൽ വിഷയം വെച്ച് ആദ്യകാലങ്ങളിൽ ഞാൻ നമ്മുടെ കർത്താവേ, എനിക്ക് ആദ്യം ഒരു കാറായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ. അപ്പം എനിക്ക് 4 മക്കളെ, ഞങ്ങൾ 6 പേര്, കഷ്ടിച്ച് 6 പേർക്കായിരിക്കും. അപ്പോൾ ആ കാലങ്ങളിൽ ജോൺസൺ പാസ്റ്റർ കോർഫഖാനിൽ നിന്ന് ഇവിടെ ടാക്സിക്ക് ഇവിടെ ഇറങ്ങും, ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് ചർച്ചിലോട്ട് പോകുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, 7 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ വണ്ടി വേണം. അങ്ങനെ ഒരു പജേറോ വണ്ടി പുതിയതെടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒരു ലെക്സസിൻ്റെ 470, അത് ഒരു വലിയ വണ്ടിയാണ്, അതെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം എല്ലാ ആവശ്യങ്ങളുടെ മേലും നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. ദൈവസേനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം, അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കൂട്ടം ആൾക്കാർ ടീച്ച് ചെയ്യുന്നുണ്ട്, എന്താ പ്രോസ്പെരിറ്റി അല്ല, അങ്ങനെ നമുക്ക് നിത്യത വേണം. പക്ഷെങ്കിൽ നമുക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാനും കൂടുതൽ ആശ്രയിക്കുവാനും ഇടയാക്കിയിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഭൗതികമായ വിഷയങ്ങളിൽ നമുക്കൊരു വിടുതൽ കിട്ടുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അപ്പം നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയാനും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനും ഒക്കെ
കാരണമായി തീരും. ദൈവം നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലെടുത്തു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ യാതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പാൻ നിൽക്കണം. ദൈവം നമ്മുടെ കഷ്ടങ്ങളിലൊക്കെയും നമ്മെ സഹായിപ്പാനിടയായിത്തീരും. അപ്പം നമുക്ക് കഷ്ടം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ അതിൽ നിന്ന് വിടുതൽ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവരോട് പറയാം, പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് തരും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നമ്മെ സഹായിക്കും എന്ന് ധൈര്യമായിട്ട് അവരോട് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഏത് ആവശ്യത്തിലിരിക്കുന്നവരും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് കണ്ണുനീര് ഒഴുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ണുനീർ കണ്ട കർത്താവ് മാറിപ്പോകത്തില്ല, മനസ്സലിയും, നമ്മളെ സഹായിപ്പാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഒന്നിലും നിരാശപ്പെടരുത്. ഏത് കടഭാരം, ഞാൻ പറയാറുണ്ട്, എത്ര കോടി രൂപ കടമുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ മാറ്റി തരുവാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന് അധികം, നമുക്കാണ് 1 കോടി അല്ലെ 2 കോടി 3 കോടി എന്നൊക്കെ പറയുന്ന വലിയ നമ്പർ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം അതെല്ലാം. ഞാനൊരിക്കലും കോട്ടയത്തൊരു സഭയിൽ ഇങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, പുള്ളി ഒരു ടെക്സ്റ്റൈൽ ഷോറൂം നടത്തുന്ന ഒരാളായിരുന്നു. പുള്ളിക്ക് കടം വന്നു, 3 കോടി രൂപ കടമുണ്ട്. ഒരു കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നവരായിരുന്നു. അപ്പം ഈ സഹോദരി, ഈ മനുഷ്യൻ്റെ ഭാര്യ, അവരുടെ ഒരു കൂട്ടുകാരി ഒരു വിശ്വാസി സഹോദരിയായിരുന്നു. അപ്പം അവരോട് ഇതുപോലെ പറഞ്ഞു, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം, ഒത്തിരി കടമുണ്ട്, അതുപോലെ തന്നെ ചേട്ടനൊട്ടും സമാധാനമില്ല, ഞങ്ങളെന്തെങ്കിലും കടുങ്കൈ ചെയ്യും, ആ നിലയിലാണ് പോകുന്നതെന്ന് പറയാം. പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവരെ ഈ സഹോദരിയെ കൂടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടുപോയി. ഏതായാലും അവർ ആത്മഹത്യ ഒന്നുമില്ല. ഈ മനുഷ്യൻ പറഞ്ഞ ദൈവം അവരെ അത്ഭുതകരമായി നടത്തുന്നു എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് കോടികളൊക്കെ നമുക്കാ വലുത്. കുറെ കടഭാരം ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ആത്മഹത്യ ചെയ്യാനോ അല്ലെ നാട് വിട്ടു പോകാനോ ഇതിനൊന്നും ഇടയായിരുന്നു. ദൈവസ്ഥലിൽ മുട്ടുമടക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിന് വിടുതൽ പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പറയാൻ, എനിക്കും ഒത്തിരി കടഭാരം ഉണ്ടായിരുന്നു. 3 ദറംസ് ഊണിനെടുക്കാൻ ഇല്ലാത്ത അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അത് നല്ല മാറ്റി അനേകരെ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള വഴി എനിക്ക് ദൈവം തുറന്നു തരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശരെ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം എന്നെപ്പോലുള്ള അനേകരുടെ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും. ഈ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലെ മരുന്ന് കയറ്റത്തില്ലെന്നുള്ളൊരു അങ്ങനെ ആയിരുന്നു. ഞാൻ 78 ഇവിടെ വന്ന ആളാണ്. ഞാൻ ഒരു ആശുപത്രി പോകാനായിട്ട് ഇടയായിട്ടില്ല. എന്നാൽ ഇടയ്ക്ക്, അതായത് 2023 എനിക്കൊരു ചെറിയൊരു സ്ട്രോക്ക് പോലെ വന്നു. മറ്റു കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ചർച്ചിൽ കൂടുന്ന ഒരു സഹോദരി ഇവിടെ അടുത്ത് താമസിക്കുന്നത്, അദ്ദേഹം ഇവിടുത്തെ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അവരോട് എൻ്റെ ഭാര്യ വിളിച്ച് പറയും, ഇങ്ങനെ എൻ്റെ ഈ ചെറിയ ഇങ്ങനെ കൂടുന്ന പോലൊക്കെ വന്നായിരുന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറയും. അവിടെ ചെന്ന് അവർ ECG അതും ഇതുമൊക്കെ ഇങ്ങനെ നോക്കി. അങ്ങനെ ആദ്യമായിട്ട് അന്നാണ് എൻ്റെ ECG നോക്കുന്നത്. അങ്ങനൊന്നും അല്ലാതെ വേറെ ഒരു ഇതിന് വേണ്ടി ഞാൻ പറയാം, ഏത് രോഗമുണ്ടെങ്കിലും നമ്മൾ ഈ രോഗത്തെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കരുത്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ല, ഒരു കേടും ഇല്ല. നമ്മുടെ അവയവങ്ങൾ കേടായിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുവാൻ തക്കണം, അതിന് പുതിയ അവയവം തരാനായിട്ട് ദൈവത്തിന് കഴിയും. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് വിഷയത്തിനും വിടും. സാമ്പത്തികമായ ഞെരുക്കമാണോ, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഞാൻ ഒരിക്കലും നാട്ടിൽ
വന്നപ്പോഴേ ഈ നാട്ടിൽ ഈ ഒത്തിരി ആത്മഹത്യയൊക്കെ നടക്കുന്നുണ്ട്. വിലയേറിയ ജീവൻ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞൊരു ട്രാക്ട് ഞാൻ എഴുതിയായിരുന്നു. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അല്ലെങ്കിൽ ദേഷ്യം കയറിയിട്ട് ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞുള്ള ഒരു ട്രാക്ട് എഴുതിയായിരുന്നു. ഞാനത് EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനൊരു എഴുത്തെഴുതി, ഇങ്ങനെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേരളം മൊത്തം നടന്ന് ഈ കാര്യം പറയണം, ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ട, അവരുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവം കൊടുക്കുമെന്ന് പറയണം, അതിനുള്ള ഒരു പെർമിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞ് എഴുതിയായിരുന്നു. അങ്ങനെ പെർമിഷൻ ഒന്നും തന്നില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ ടാറ്റ സുമോ കൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ട്രാക്റ്റുകൾ കൊടുക്കുവാൻ ഇടയായി തീർന്ന. അതുകൊണ്ട് ഒത്തിരി കത്തുകൾ എനിക്ക് വരാൻ, ഞാനിങ്ങനെ ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വൈഫ് തൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പുള്ളി കണ്ടെന്നാണ് പറഞ്ഞു. ഞാൻ അവരെ കൊല്ലണം, എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം, ഒന്നിയ അവനെയും കൊല്ലണം അവളെയും കൊല്ലണം എന്നുള്ള ഇതിലിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ ട്രാക്ട് ഇത് കണ്ടത്, നിങ്ങൾ പറയുന്നു കൊല്ലരുതെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തു, നിങ്ങൾ കൊന്നാൽ നിങ്ങളുടെ ജീവിതം എന്തോ ആയിരിക്കും എന്നറിയാമോ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതം, ആ പുള്ളിക്ക് ഒരു മോളുള്ള, ആ കുഞ്ഞ് ആരൊക്കെ ആ കൊച്ചിനെ മിസ്യൂസ് ചെയ്യുന്നു, അതെങ്ങനെ വളരും, അതിനെ നോക്കാൻ ആരുണ്ട്? നിങ്ങൾ ഭാര്യയെ കൊന്നാൽ അവർ മരിച്ചു പോകും, നിങ്ങളെ പോലീസ് കൊണ്ടുപോയി ജയിലിൽ വിടും. അപ്പം അത് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്തുമാത്രം ട്രാജഡി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമായില്ലയോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എഴുതി, അദ്ദേഹം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ഈ ട്രാക്ട് കിട്ടിയ ഒരാൾ ട്രെയിനിൽ ചാകാനായിട്ട് പോയാൽ അവർ ഇതിൻ്റെ അകത്തെ അഡ്രസ്സ് നാട്ടിലെ സഭയുടെ അഡ്രസ്സായിരുന്നു. അവിടെ വന്ന് അവിടുത്തെ പാസ്റ്ററെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായിട്ട് അനേകർക്ക് അത് വിടുതലാകുവാനിടയായിട്ട്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേഷ്യം കയറുമ്പം കൊല ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിലൂടെ വരുന്ന വരുംവരാഴിക നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അതിനൊക്കെ പുറപ്പെടുന്നത്. അതൊന്നും ഒരു പരിഹാരമല്ല. ഞാൻ പറയുന്നു, ദൈവസന്നിധി മുട്ടുമടക്കുക, യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും, ഏത് ആവശ്യത്തിന്മേലും ദൈവം സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക, ദൈവം ഒരു നാളും കൈവിടത്തില്ല. സർവശക്തനായ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചെങ്കടൽ പിളർത്തി അവർക്ക് വഴിയൊരുക്കി കൊടുത്തു. അവർ മാറായി വന്നപ്പോഴവിടെ വെള്ളം കയ്പായിരുന്നു. ആ കയ്പായ വെള്ളത്തെ ദൈവം മധുരമാക്കുവാനായിട്ടിടയായിത്തീർന്നു, അവർക്ക് കുടിക്കുവാനായിട്ട്. അപ്പം ചിലരുടെ കുടുംബജീവിതത്തിൽ ഭാര്യ കയ്പായിരിക്കും, അല്ല ഭർത്താവ് കയ്പായിരിക്കും. അതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്തിട്ട് പുതിയതിനെ എടുക്കാമെന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതുകൊണ്ടൊന്നും ഒരു പരിഹാരമാകത്തില്ല. ദൈവസന്നിധി വെച്ച്, കർത്താവേ എൻ്റെ ഭാര്യയുമായിട്ട് സ്നേഹത്തിൽ പോകാനായിട്ട് എന്നെ സഹായിക്കണമേ, എൻ്റെ ഭർത്താവിന് മാനസാന്തരത്തെ കൊടുക്കണമേ എന്നൊക്കെ ആ വിഷയം ദൈവസന്നിധി കൊടുത്ത് പ്രാർത്ഥിയിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ടാകും. ഉപേക്ഷണവും കൊലപാതകവും എല്ലാം ദൈവം വെറുക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലയിൽ ആരും ചിന്തിക്കരുത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, ദൈവത്തിന് വിടുവിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യമുള്ള ഭവനം വേണോ, എന്തുവാ വേണ്ടത്, അതെല്ലാം ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നിലും നിരാശപ്പെടരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ അനുഭവമാണ്, ഞാൻ അനുഭവിച്ച മനുഷ്യനായതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. കടഭാരം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് വേണ്ടി വഴികളെ തുറക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ സഹായിപ്പാനായിട്ട് ഇടയായിത്തീരും. അത് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. യഹോവയെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് വിഷയം ഉണ്ടെങ്കിലും ദൈവത്തോട് പറയുക, യേശുവേ എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതമായ വഴികളെ നമുക്ക് തുറന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ 1-2 അനുഭവം കൂടെ ഓർത്തപ്പോൾ പറയാം. ഒരിക്കൽ
ഞങ്ങളിവിടെ AC വർക്ക് ചെയ്യുന്നവരാണ്. ഈ വീടുകളെ ബിൽഡിങ്സൊക്കെ അതിൻ്റെ അകത്തെല്ലാം എയർ കണ്ടീഷൻ ചെയ്യുന്നവരാണ്. ഒരു വീട് ഇവിടുത്തെ ഒരു വലിയ അറബി, അവന് ഒത്തിരി പിടിപാടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എയർ കണ്ടീഷൻ്റെ വർക്ക് ചെയ്യപ്പോൾ ഞങ്ങൾ ഈ ഡെക്റ്റ് ചെയ്തപ്പോൾ ഒരു ബീം ഇങ്ങനെ ഇങ്ങനെ താന്നിരിപ്പുണ്ട്. ഡെക്റ്റ് എടുക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ ജോലിക്കാർ അതൊന്ന് ഈ ഡെക്റ്റ് പോകത്തൊക്കെയാണ് ഇച്ചിരി അവിടെ ഒന്ന് പൊട്ടിച്ചതിനെ പ്ലാസ്റ്റർ ആയിരുന്നു, അതൊന്ന് ഇളക്കി ഡെക്റ്റ് എടുക്കാനായിട്ട് ഇടയായത്. പിറ്റേ ദിവസം അതിൻ്റെ കൺസൾട്ടൻ്റ് ഒരു ഈജിപ്ഷ്യനായിരുന്നു, മിസ്രി. അവൻ വന്ന് നോക്കിയിട്ട് ആരാ ഈ ബീം പൊട്ടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് വലിയ ബഹളമൊക്കെ ഇട്ടിട്ട് RBI വിളിച്ച് പറഞ്ഞു, രണ്ട് പേര് ബീം പൊട്ടിച്ചേക്കുന്നു, ബീം എല്ലാവരും പൊട്ടിക്കുവോ, ഇത് അങ്ങനെ ഇങ്ങനെ പറയാം. RBI അങ്ങ് ചൂടാക്കി. RBI എന്നെ വിളിച്ചിട്ട് യു റിമൂവ് യുവർ ACs, ഐ ഡോണ്ട് വാണ്ട് യുവർ വർക്ക്, റിമൂവ്. അപ്പോൾ അന്ന് അദ്ദേഹം എനിക്ക് 10,000-60,000 രൂപ തരാനുണ്ട് ആ വർക്കിൻ്റെ. ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടേണ്ട. ഇവനങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായി തീർപ്പാൻ അങ്ങല്ലാതെ ആരുമില്ലല്ലോ. ലാബാനോട് ഇടപെട്ടതുപോലെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടണമേ കർത്താവേ. നിങ്ങളുടെ ദാസനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാൻ അവനെ അനുവദിക്കരുത്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവൻ കാശ് തന്നില്ലേലും ഇവൻ ഇവിടുത്തെ ഒരു വലിയ പാർട്ടിയാണ്. അപ്പോൾ അവൻ പോലീസ് പിടിച്ച് പറഞ്ഞു, എന്നെ പിടിച്ച് അകത്തിട്ടാൽ ആരിറക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഇവനെ വിളിക്കാനോ ഇവനെ കാണാനോ ഒന്നും പോയില്ല. പോയത് പോട്ടെ, പൈസ പോയെങ്കിൽ പോട്ടെന്ന് വെച്ചു. കാരണം നമ്മളെ പിടിച്ച് അകത്തിട്ടാൽ എന്തോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരു ദിവസം വേറൊരു അറബി, ഇവൻ്റെ ഒരു സ്നേഹിതൻ അറബി, അവൻ്റെ ഒരു വർക്കിന് വേണ്ടി എന്നെ വിളിച്ചിട്ട് എൻ്റെ ഓഫീസിൽ ചെല്ലാൻ പറയും. അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി അവരുടെ ഓഫീസിലോട്ട് ചെന്നു. ഓഫീസിൽ ചെന്നപ്പം ഞാൻ കാണാൻ ചെന്ന അറബി അവിടെ ഉണ്ട്. അയാളുടെ അടുത്ത് ഫ്രണ്ടിൽ, അയാളുടെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ 2 കസേരയുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഈ മറ്റേ അറബിയായിരിക്കുന്നത്. ഇവനെ കണ്ടപ്പോൾ ആചാര്യപതീച്ചയുടെ ഭാഷ പറഞ്ഞാൽ എൻ്റെ അകവാള് വെട്ടിപ്പോയി. ഇവനെന്തോ ഇവിടെ പറയുന്നത്. കാരണം ഞാൻ പുതിയൊരു വർക്കിന് വേണ്ടി വന്നതാണ്. ഞാൻ മോശമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വല്ലതും എന്നെക്കുറിച്ചൊരു ദോഷം കാര്യം പറഞ്ഞാൽ ഇവൻ ഈ മറ്റവൻ പറയും വർക്കില്ല പൊക്കോളാൻ പറയും. അപ്പം അതും പോകും. പിന്നെ ഇനി ഇവനെനി എന്തുവാ പറയുന്നത്, എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അപ്പം ഇവൻ എന്നെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റിട്ട്, ജെയിംസ് വേർ ആർ യു, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തന്ന് ഭയങ്കര സ്നേഹം. നിനക്ക് പൈസ വേണ്ട, നീ എന്താ എൻ്റെ അടുക്ക വരാത്തെ എന്നൊക്കെ പറഞ്ഞു നാളെ എൻ്റെ ഓഫീസിൽ വരണം. ഞാൻ അവൻ്റെ ഓഫീസിൽ ചെന്നു. എത്ര രൂപയാണ് നിനക്ക് തരാനുള്ളത്? അവൻ അതിൻ്റെ ചെക്ക് എഴുതി തന്നു. എന്നിട്ട് അവനൊരു പ്രസ്സുണ്ട് ഇവിടെ. അന്ന് ഫുജേറയിൽ ഒറ്റ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സേ ഉള്ളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫുജേറ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയും. അത് അവൻ്റെ ഒരു വലിയൊരു ഷെഡുണ്ട്, അവിടോട്ട് മാറ്റുക. അപ്പോൾ അവിടെ AC വർക്കുണ്ട്, സീലിങ്ങിൻ്റെ വർക്കുണ്ട്. അതിൻ്റെ കൊട്ടേഷൻ കൊടുക്കാൻ പറയും. അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു. അത് ഏതാണ്ട് 1,60,60,000 ദിർഹംസായിരുന്നു. അതിൻ്റെ 50% അഡ്വാൻസ് കൂടെ തന്നു. അപ്പം ശത്രുവിനെ കൊണ്ട് ദൈവം മേശ ഒരുക്കിക്കുവാനായിട്ടിടയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം. പിന്നെ ഒരിക്കൽ ഞങ്ങളൊരു ക്ലിനിക്ക് AC ചെയ്തു. അത് പിന്നെ അതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തണുപ്പില്ല. അപ്പോൾ അതിന് കൺസൾട്ടൻ്റ് വന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഇവിടെ ഇതിനെക്കാട്ടി തണുപ്പ് വെളിയിലുണ്ടല്ലോ, എന്തുവാന്ന് പറഞ്ഞത്. ഞാനിതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് അറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തു, ഞാൻ എന്തോ ചെയ്യണ്ടേ ദൈവമേ. അപ്പം അതിൻ്റെ അടുത്തൊരു ദിവസം ഇതിൻ്റെ ഓണറും കൺസൾട്ടൻറ്റും എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ചെക്കിംഗ് ഉണ്ട്. എനിക്കറിയാവുന്നതൊക്കെ ചെയ്തു, പിന്നെ ഉദ്ദേശിക്കുന്ന പോലെ തണുപ്പ് കിട്ടുന്നില്ല. ഏതായാലും ഇവർ ചെക്കിങ്ങിന് വന്ന ആ സമയത്ത് ദേശമെല്ലാം മേഘാവൃതമായി. എന്ന് പറഞ്ഞാൽ വലിയ ചൂട്, ഔട്ട്സൈഡ് ചൂടങ്ങ് കുറഞ്ഞ് AC സ്റ്റാർട്ട് ചെയ്തപ്പം ആവശ്യത്തിനുള്ള തണുപ്പുണ്ട്. അവർ സാറ്റിസ്ഫൈ ആയി, അപ്രൂവ് ചെയ്തിട്ട് പോകാനിടയായിട്ട്. അപ്പം
ഞങ്ങൾ ലിഫ്റ്റിൻ്റെ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം ലിഫ്റ്റ് കേടായിട്ട് ശരിയാക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൺട്രോളറിലോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഇത് ഓടിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇത് ശരിയാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് എത്രയോ പ്രാവശ്യം AC ഓടിച്ചിട്ടുണ്ട്, ലിഫ്റ്റ് ഓടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും കർത്താവ് മതിയായവനാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ ഒരു കാലത്തും ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ AC-യുടെ പ്രശ്നമായാലും വണ്ടിയുടെ പ്രശ്നമായാലും എല്ലാത്തിനും കർത്താവ് മതിയായവനാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും. ഏതാവശ്യം, ഇപ്പോൾ എല്ലാവരും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അല്ലെ ജോലിയുടെ വിഷയം, നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കുവാനായിട്ട് വിശ്വസ്തനാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവം നമ്മുടെ ഏത് ആവശ്യത്തിന്മേലും സഹായിപ്പാനായിട്ട് മതിയായവനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രശ്നത്തിനും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. യഹോവ നല്ലവനാണെന്ന് സ്വന്തം ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം അതിൻ്റെ സാക്ഷ്യം പറയുവാൻ, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കണം ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. എൻ്റെ ശബ്ദം കേട്ട ഓരോ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. വിവിധ ആവശ്യത്തിലിരിക്കുന്നവരുണ്ടല്ലോ, വിവിധ ഭാരങ്ങളിലിരിക്കുന്നവരുണ്ടല്ലോ, ദൈവം അവരെയൊക്കെ സഹായിക്കണം. ഞങ്ങളുടെ മുഖത്ത് നോക്കുന്ന ഒരു കുഞ്ഞുപോലും ലജ്ജിക്കത്തില്ല എന്നുള്ള ഞങ്ങളുടെ വചനമാണല്ലോ കർത്താവേ. അത് ഞങ്ങളുടെ ജനത്തെ സഹായിക്കണമേ കർത്താവെ. വിശ്വാസത്തോടുകൂടി ആരങ്ങയുടെ സന്നിധി വരുന്നോ ഇവരെയൊക്കെ ദൈവം സഹായിക്കുമാറാണമേ. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഡാനിയൽ ജോൺ പാസ്റ്ററെ അനുഗ്രഹിക്കണമേ. പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണേ. ആവശ്യമേ ദൈവം സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹ വിഷയമാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് കെ പുനവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് പിന്നെ ഉപയോഗിക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ഓരോ ശ്രോതാക്കളോടതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജീവിതാനുഭവം നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ, സ്വാധീനിക്കുവാൻ, കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും ഇവിടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.